ഇക്കഴിഞ്ഞ ജൂലൈ 15-നാണ് ഒമാനിലെ മസ്കറ്റിന്റെ കിഴക്കൻ ജില്ലയായ വാദി കബീറിൽ 3 തോക്കുധാരികൾ ഇമാം അലി മസ്ജിദിൽ പ്രവേശിക്കുകയും ഇവർ നടത്തിയ ആക്രമണത്തിൽ 5 പേർ കൊല്ലപ്പെട്ടതായുമുള്ള വിവരങ്ങൾ പുറത്തു വന്നത്. അത് പക്ഷേ ലോകത്ത് വലിയൊരു ഭീകരാക്രമണം എന്ന രീതിയിലൊന്നും അന്ന് അനുമാനിക്കപ്പെട്ടിട്ടുണ്ടായിരുന്നില്ല. ഒരു ആക്രമണം അഥവാ 4 പാകിസ്ഥാൻ പൗരന്മാരും ഒരു പോലീസുകാരനുമാണ് ആ ആക്രമണത്തിൽ കൊല്ലപ്പെടുന്നത്. 30ഓളം പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തിട്ടുണ്ട്. ഈ വാർത്തയ്ക്ക് ഇപ്പോൾ പലതരത്തിലുള്ള മാനങ്ങൾ വന്നുകൊണ്ടിരിക്കുകയാണ്. ഒന്നാമത്, ഷിയ വിശ്വാസികൾ മുഹറം 10-നോടനുബന്ധിച്ചുള്ള പ്രാർത്ഥനാ ചടങ്ങുകൾക്കായി ഒത്തുകൂടിയ പള്ളിയിലാണ് ആക്രമണം എന്നതാണ് ഇവിടെ ശ്രദ്ധേയമായ ഒരു കാര്യം. ഇക്കാര്യം ഏറെ വൈകിയാണെങ്കിലും ഒമാന്റെയും പാകിസ്ഥാന്റെയും അധികൃതർ ഇപ്പോൾ വലിയ രീതിയിൽ സ്ഥിരീകരിക്കുകയും അത് സംബന്ധിച്ച കൂടുതൽ കാര്യങ്ങൾ വെളിപ്പെടുത്തുകയും അന്വേഷണങ്ങളുമായി മുന്നോട്ട് പോവുകയും ചെയ്തിട്ടുണ്ട്. ആക്രമണത്തിന്റെ ഉത്തരവാദിത്വം ഏറ്റെടുത്തൊരു സംഘടനയെക്കുറിച്ചുള്ള അഭ്യൂഹം തന്നെയാണ് അതിൽ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം. അത്ര തന്നെ കെട്ടുകേൾവിയില്ലാത്ത ISIL എന്ന ഒരു ചെറിയ ഭീകര സംഘടന, അത് ചെറുതാണോ വലുതാണോ എന്ന് നമ്മൾക്കറിയില്ല, പക്ഷേ എങ്കിൽ പോലും ഒരു ഭീകര സംഘടന ആ ആക്രമണത്തിന്റെ ഉത്തരവാദിത്വം ഏറ്റെടുത്തിട്ടുണ്ട് എന്ന വിവരവും ഇപ്പോൾ പുറത്തു വന്നിരിക്കുകയാണ്. എന്നാൽ യഥാർത്ഥത്തിൽ ഈ സംഘടന തന്നെയാണോ ഒമാനിൽ ആക്രമണം നടത്തിയത് എന്നത് സംബന്ധിച്ച സംശയവും അധികൃതർക്കുണ്ട്. അങ്ങനെ സംശയിക്കുന്നതിൽ പ്രധാനപ്പെട്ട കാരണം ഒമാൻ എന്ന രാജ്യത്തിന്റെ നിലപാടും ഒമാനിലെ സമാധാന അന്തരീക്ഷവും അവിടുത്തെ ഭരണ നൈപുണ്യവുമൊക്കെയാണ്. മുൻപ് ലോകത്തിന്റെ വിവിധ ദിക്കുകളിൽ ഭീകരാക്രമണങ്ങൾ നടന്നു എന്ന് കേൾക്കുമ്പോഴും അറബ് രാഷ്ട്രങ്ങളിലോ പ്രത്യേകിച്ച് ഒമാനിലോ ഇത്തരത്തിലുള്ള ഒരു അക്രമവും ലോകമൊന്നും പ്രതീക്ഷിക്കുന്നില്ല. ഇപ്പോൾ നടന്ന ആക്രമണത്തിൽ പല സംശയങ്ങളും അഭ്യൂഹങ്ങളും ഒക്കെ രൂപപ്പെട്ടു വന്നിട്ടുണ്ട്. ഇതിൽ പ്രധാനപ്പെട്ട 1-2 കാര്യങ്ങളുണ്ട്. അതിലൊന്ന്, ഇത്ര ദിവസം പിന്നിട്ടിട്ടും എന്തുകൊണ്ടാണ് ഈ വാർത്ത വൈകിയായിട്ട് ഒമാൻ സ്ഥിരീകരിക്കുന്നത് എന്നതാണ്. മുൻപും ഈ വാർത്ത വന്നിട്ടുണ്ട്. ഒമാന്റെ അധികൃതർ ഇതുമായി ബന്ധപ്പെട്ട് അന്ന് പ്രത്യേകിച്ച് കാര്യങ്ങളൊന്നും പറഞ്ഞില്ലെങ്കിൽ പോലും ഇപ്പോഴാണ് ആ വിഷയത്തിൽ വൈകി ചില അഭിപ്രായങ്ങൾ ഒമാൻ മുന്നോട്ട് വെച്ചത്. അതിന് കാരണം ഈ ആക്രമണം നടന്നത് ഒരു ഷിയ പള്ളിയിലാണ്. ഷിയ വിശ്വാസികൾ കൂടുതലും ഇറാനുമായി ചേർന്ന് നിൽക്കുന്ന വിശ്വാസധാര പിന്തുടരുന്നവരാണ്. ഇപ്പോഴത്തെ ഗസ, ഇസ്രയേൽ, ഇറാൻ, അറബ് രാഷ്ട്രീയ മുഖം പരിശോധിക്കുമ്പോൾ മുൻപെങ്ങുമില്ലാത്ത മുന്നേറ്റം ഇസ്രയേലിനെതിരെ അറബ് രാഷ്ട്രങ്ങളും അറബ് രാഷ്ട്രങ്ങളോട് ചേർന്ന് നിൽക്കുന്ന അമേരിക്കൻ വിരുദ്ധ രാജ്യങ്ങളായ റഷ്യ, ചൈന, ഇറാൻ, തുർക്കി, ബ്രസീൽ, ദക്ഷിണാഫ്രിക്ക തുടങ്ങിയ രാജ്യങ്ങളും നടത്തിക്കൊണ്ടിരിക്കുകയാണ്. പഴയ പോലെ അമേരിക്കൻ സ്വാധീനം അറബ് മേഖലയിൽ ഇപ്പോൾ നടക്കുന്നില്ല. അതുകൊണ്ട് തന്നെ ഞങ്ങളെ പിണക്കിയാൽ നിങ്ങളുടെ രാജ്യങ്ങളുടെ സുരക്ഷ അപകടത്തിലാകുമെന്ന ഒരു മുന്നറിയിപ്പ് നൽകാൻ അമേരിക്ക ഒരുക്കിയ കെണിയാകുമോ ഈ പുതിയ ടെററിസ്റ്റ് ഗ്രൂപ്പിന്റെ ഉത്ഭവവും ആക്രമണവും എന്ന് ആരെങ്കിലും സംശയിച്ചാൽ അതിൽ അവരെ കുറ്റം പറയാൻ ഒക്കില്ല. മുൻപ് പല അറബ് രാഷ്ട്രങ്ങളുമായും ഓയിൽ കരാറുകൾ അമേരിക്ക ഉണ്ടാക്കിയത് എടുത്തു പരിശോധിച്ചാൽ നമുക്ക് മനസ്സിലാകും. ആ കരാറുകളിലൊക്കെ ഞങ്ങൾക്ക് ഓയിൽ, നിങ്ങൾക്ക് സുരക്ഷ എന്നൊരു മാനദണ്ഡമാണ് അമേരിക്ക എല്ലാ കാലത്തും മുന്നോട്ട് വെച്ചത്. അതുപ്രകാരം അമേരിക്കയുമായി വിധേയപ്പെട്ട് കഴിയുന്ന പല രാഷ്ട്രങ്ങളെയും നമുക്കറിയാം. രണ്ടാമത്തെ സാധ്യത, ഈ ടെററിസ്റ്റ് ഗ്രൂപ്പ് ഇസ്രയേലിന്റെ തന്നെ തിരക്കഥയുമാകും. മേഖലയിൽ രാഷ്ട്രീയ സ്വാധീനവും തിരിച്ചടിയും ഇസ്രയേൽ നേരിടുമ്പോൾ തങ്ങൾക്ക് മാത്രമല്ല നഷ്ടപ്പെടാനുള്ളത്, എല്ലാവർക്കും നഷ്ടം ഉണ്ടാകും എന്ന ഒരു ചിന്തയിൽ നിന്നും ഉള്ളതാകാം ഇത്തരമൊരു ആക്രമണം. അതിനും സാധ്യതയുണ്ട്. ഇതിൽ പ്രബലം ഒന്നാമത്തേതിന് തന്നെയാണ്. അഥവാ തങ്ങളുടെ കൂടെ നിന്നില്ലെങ്കിൽ, നിങ്ങളിൽ ഏറ്റവും സമാധാനമുള്ള ഒരു രാജ്യത്തിന് പോലും ഇതായിരിക്കും അവസ്ഥ, അല്ലെങ്കിൽ അവിടേക്ക് കടന്നു ചെന്നുകൊണ്ട് അവിടുത്തെ സമാധാനം തങ്ങൾ തകർത്ത് അസമാധാനം സൃഷ്ടിക്കാൻ തങ്ങൾക്ക് കഴിയുമെന്ന് പറയാതെ പറയലും അതുവഴി ഭീഷണിപ്പെടുത്തി കൂടെ നിർത്തുക എന്ന കുതന്ത്രവുമാവാം. ഒരു പക്ഷേ സംഭവം നടന്നത് ഒമാനിലാണെങ്കിലും ആ സന്ദേശം ഒമാൻ അല്ല യഥാർത്ഥത്തിൽ നൽകാൻ ഇത്തരം രാഷ്ട്രങ്ങളാണെങ്കിൽ ഇതിന് പിറകിൽ അവർ ചിന്തിച്ചിട്ടുണ്ടാവുക. അതിനാണ് സാധ്യത വളരെ കൂടുതൽ എന്നാണ് പല രാഷ്ട്രീയ നിരീക്ഷകരും ഇപ്പോൾ പറയുന്നത്. ഇത് നടന്നത് ഒമാനിലാണെങ്കിലും ഇതിന്റെ സൂചന നൽകുന്നത് മറ്റു ചില അറബ് ലോകത്തെ ചില പ്രബല രാജ്യങ്ങൾക്കാണ് എന്നത് വ്യക്തമാണ്. ഇനി ഇതൊന്നുമല്ലെങ്കിൽ പുതിയ പ്രശ്നബാധിത സാഹചര്യങ്ങളൊക്കെ സൃഷ്ടിച്ച് ലോകത്തിൽ സമ്മർദ്ദം ഇരട്ടിയാക്കുകയും ലോകത്തിന്റെ ഒരിടവും സുരക്ഷിതമല്ലെന്ന സന്ദേശം നൽകാൻ ഇത്തരം ആക്രമണങ്ങൾ നടത്തുകയും അതുവഴി നിലവിലുള്ള വിഷയങ്ങളിൽ നിന്നോ തിരിച്ചടികളിൽ നിന്നോ ഒക്കെ ശ്രദ്ധ തിരിച്ചുവിടുകയും ചെയ്യുന്ന സമീപനമാവാനുമൊക്കെയുള്ള സാധ്യതയും ഏറെയാണ്. ഏതായാലും ഒമാനിൽ ആക്രമണം ലോകശ്രദ്ധയിലേക്ക് ഇപ്പോൾ കൂടുതൽ വന്നുകൊണ്ടിരിക്കുകയാണ്. അഭ്യൂഹങ്ങളും ദുരൂഹതകളും പലതരത്തിൽ പ്രചരിക്കുന്നുണ്ട്. പ്രമുഖരുടെ നിരീക്ഷണമാണ് മുകളിൽ പങ്കുവച്ചത്.
റഷ്യയിലും ഇറാനിലും സമാനമായ ആക്രമണങ്ങൾക്ക് പിന്നാലെയാണ് ഒമാനിലും ഇപ്പോൾ ആക്രമണം ഉണ്ടായത് എന്നതും നമ്മൾ ഇതിൽ എടുത്തു പറയേണ്ട ഒരു കാര്യമാണ്. കഴിഞ്ഞ മാർച്ചിൽ മോസ്കോക്കടുത്തുള്ള ഒരു സംഗീത നിശയിൽ ആക്രമണത്തിൽ 140-ലധികം ആളുകളാണ് കൊല്ലപ്പെട്ടത്. ആ ആക്രമണത്തിന് പിന്നിൽ തങ്ങളാണെന്നും ജനുവരിയിൽ ഇറാനിലെ കെർമാനിൽ നടന്ന 100ഓളം പേർ കൊല്ലപ്പെട്ട 2 സ്ഫോടനങ്ങളുടെ ഉത്തരവാദിത്വം ഏറ്റെടുത്തതും ISIL എന്ന സംഘടനയാണ് എന്നും അവകാശവാദം ഉന്നയിച്ച് ഈ സംഘടന മുന്നോട്ട് വന്നിട്ടുണ്ട്. ഗൾഫ് മേഖലയിൽ മാത്രമല്ല, ഇത് അക്ഷരാർത്ഥത്തിൽ ഏത് രാജ്യത്തും സംഭവിച്ചേക്കാമെന്നും പ്രധാനപ്പെട്ടും UK-യിൽ പോലും ഇത് സംഭവിക്കാം എന്നുമാണ് പ്രമുഖ രാഷ്ട്രീയ നിരീക്ഷകനായ ഗ്രീക്ക് അഭിപ്രായപ്പെടുന്നത്. ഏതായിരുന്നാലും ഒമാനിലെ ഈ ആക്രമണത്തിന്റെ കൂടുതൽ ചുരുളുകൾ അഴിഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ വരുമ്പോൾ സ്വാഭാവികമായും ലോകത്തിന്റെ സമാധാനം നഷ്ടപ്പെടുത്തുന്ന അസമാധാന ശക്തികൾ പലതും കാത്തുവച്ചിട്ടുണ്ട് എന്ന് തന്നെ നമുക്ക് അനുമാനിക്കാൻ സാധിക്കും. waytonikah.com, the exclusive Muslim matrimonial site.